ശരത്ത് ചെയ്ത തെറ്റിന് രേവതി എല്ലാവരോടും മാപ്പ് പറയുന്നു. തുടർന്ന് നീയും രേവതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന ചന്ദ്രമതിക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു. ഇതേസമയം അവിടെ എത്തുന്ന പോലീസുകാർ ചന്ദ്രമതിയോട് സംസാരിക്കുകയും നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ ഈ കേസ് കോംപ്രമൈസ് ചെയ്യാമെന്നും പറയുന്നു. എന്നാൽ എനിക്ക് പരാതി ഉണ്ടെന്നും അവൻ പെരുങ്കള്ളനാണെന്നും അവൻ ജയിലിൽ കിടക്കണമെന്നും ചന്ദ്രമതി പറയുന്നു. തുടർന്ന് കാശ് മോഷ്ടിക്കുക മാത്രമല്ലെന്നും അവൻ എന്നെ റോഡിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയെന്നും ഇത് ചോദിക്കാൻ ചെന്ന എന്നെ രേവതിയും അവളുടെ അമ്മയും അനിയത്തിയും ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും ചന്ദ്രമതി പറയുന്നു. തുടർന്ന് എനിക്ക് പരാതി ഉണ്ടെന്നും അവനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നും ചന്ദ്രമതി പറയുന്നതോടെ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും എല്ലാം ചന്ദ്രമതിയുടെ കാലു പിടിക്കുന്നു. തുടർന്ന് അമ്മയോട് പരാതി കൊടുക്കരുതെന്ന് പറഞ്ഞ് രേവതിയും സച്ചിയും രവീന്ദ്രനോട് അപേക്ഷിച്ചെങ്കിലും രവീന്ദ്രനും കൈയൊഴിയുന്നതോടെ രേവതിക്ക് സച്ചിക്കും ആകെ നിരാശയാവുന്നു. തുടർന്ന് ചന്ദ്രമതി പരാതിയിൽ ഒപ്പിട്ട് കൊടുക്കുന്നതോടെ സച്ചിയും രേവതിയും ആകെ തകർന്നു പോകുന്നു. തുടർന്ന് സങ്കടപ്പെട്ട് കരയുന്ന രേവതിയെ സച്ചി ആശ്വസിപ്പിക്കുകയും ശരത്തിനെ ഞാൻ ഒരിക്കലും ജയിലിലേക്ക് വിടില്ലെന്ന് സച്ചി ചന്ദ്രമതിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ശേഷം രേവതിനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുകയും രേവതി ഇവിടെ തന്നെ താമസിക്കുമെന്നും പറയുന്നു. തുടർന്ന് രേവതി ഇവിടെ താമസിച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ലെന്നും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ബാഗുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാം കണ്ട് രവീന്ദ്രൻ ആകെ സങ്കടമാകുന്നു. പിന്നീട് ഭാമയുടെ വീട്ടിലെത്തുന്ന ചന്ദ്രമതി ഇനി രേവതി ആ വീട്ടിൽ നിന്നും പോകാതെ ഞാൻ അവിടേക്ക് പോകില്ലെന്നും രവിയേട്ടൻ പോലും അവർക്ക് സപ്പോർട്ടാണെന്നും ഭാമയോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഭാമ വീട് വിട്ട് ഇറങ്ങി വന്നതിന് ചന്ദ്രമതിനെ കുറ്റപ്പെടുത്തുന്നു. തുടർന്ന് ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും രേവതിയെയും സച്ചിനെയും വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ കിട്ടിയ ഈ അവസരം ഞാൻ ഒരിക്കലും പാഴാക്കില്ലെന്ന് പറയുന്നതും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.